ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രുതിയുടെ മോനെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ശ്രുതിയുടെ അമ്മ സച്ചിയും രേവതിയും കൂടിയാണ് കേട്ടോ കുഞ്ഞിനെയും കൊണ്ട് വന്നത്. കണ്ണിന് വയ്യാത്തത് കൊണ്ടാണ് അവിടെ വന്നത്. അപ്പോൾ 2 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞു വിടണം എന്നുള്ള ലക്ഷ്യമാണ് ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിക്കും. ചന്ദ്രമതിക്കാണെങ്കിൽ അവർ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ശ്രുതിക്കാണെങ്കിൽ അമ്മയും മോനെയും എങ്ങനെയും പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ തന്നെ കള്ളത്തരം അവിടെ പൊട്ടിയാലോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും ഇക്കാര്യത്തിലൊരു സംശയം തോന്നുക. അങ്ങനെ നമ്മുടെ വർഷ കാണുകയാണ് കേട്ടോ ശ്രുതി അമ്മയോട് പറയുന്ന വിവരങ്ങളൊക്കെ. വർഷ വന്നിട്ട് അതെല്ലാം ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി നല്ല കണക്കിന് കൊടുക്കുകയാണ് ശ്രുതിക്ക്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയും അതുപോലെ തന്നെ ആദിയെയും പറഞ്ഞു വിടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് രേവതിയെയും സച്ചിയെയും അതുപോലെ രവിയെയും ചന്ദ്രമതിയെയും എല്ലാവരെയും മാറ്റുകയാണ്, ആരും ഇല്ലാതാക്കുകയാണ്. അങ്ങനെ രേവതിയെ നമ്മുടെ ശ്രുതിയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് വിളിച്ച് മാല കെട്ടാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. സച്ചിയെ ഓട്ടം വിളിപ്പിക്കുകയാണ് ഫ്രണ്ടിനെ കൊണ്ട്. അവളെ രവിയെ ഏതെങ്കിലും ദൂരെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ കൂടെ വിടുകയാണ്. ഈ സമയത്തെല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാമെന്നും അവരെ 2 പേരെ ഇവിടെ നാട്ടി പായിച്ചോളാമെന്നും ഒക്കെ ചന്ദ്രമതിക്ക് വാക്ക് കൊടുത്തിരിക്കുക ശ്രുതി. അതേസമയം അവരെല്ലാം പോയി കഴിയുമ്പോഴേക്കും ശ്രുതി അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാ? എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് വന്നത്. ഒരു ജീവിതം തകർത്തത് മതിയായില്ലേ? പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് ചോദിക്കുമ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, അത് കല്യാണി സച്ചിയും രേവതിയും വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? വരില്ലെന്ന് അവരോട് തീർത്ത് പറയാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് വന്നതെന്ന് പറയാൻ. സച്ചിയും രേവതി എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ അനുസരിക്കുമോ? നിങ്ങൾക്ക് നാട്ടിലോട്ട് പോയിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ചുകൂടായിരുന്നോ? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ലോഡ്ജിൽ റൂം എടുക്കാനിരുന്ന. അപ്പോൾ സച്ചി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വന്ന് 2 ദിവസം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോയാൽ നിനക്കറിയില്ലേ ബുദ്ധിമുട്ട്? ഇനിയും ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട്, കണ്ണ് കാണാൻ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇത്രയും യാത്ര ചെയ്ത് വീണ്ടും ഇവിടെ എത്തണ്ടേ കണ്ണ് കെട്ടഴിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓ എന്തൊരു നാശം, നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ വന്ന് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എല്ലാവരും അറിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ജീവിതം തന്നെ തകരുമെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, നീ പ്രസവിച്ച കുഞ്ഞ് തന്നെയല്ലേ ആദി, അവനെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുഞ്ഞിനൊരു വയ്യായിക വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നീ ചോദിക്കുന്നില്ല. ഇപ്പം ഇങ്ങോട്ട് വന്നതാണല്ലേ നിനക്ക് പ്രശ്നമായി പോയത്. അപ്പോൾ ശ്രുതി പറയാണ്, അതൊന്നും അല്ലമ്മേ, ഞാൻ പ്രസവിച്ച കുഞ്ഞ് തന്നെയല്ലേ ആദി, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മോനെയും കൊണ്ട് ഇവിടെ വന്നത് മോൻ്റെ കൂടെ ചിലവഴിക്കാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഓരോ പ്രാവശ്യം ആൻറ്റീന്ന് വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ വിങ്ങലുണ്ട്. ഞാൻ പ്രസവിച്ച കുഞ്ഞ് തന്നെ ആദി എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ആദി എണീറ്റ് വരുമ്പോൾ കേൾക്കുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവന് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ, തൻ്റെ അമ്മയാണ് ഇത്രയും നാൾ ആൻറ്റീന്ന് വിളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അവൻ വന്നിട്ട് പിന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് വരുക. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയാണല്ലേ എന്നെ പ്രസവിച്ചത്, എൻ്റെ അമ്മയാണല്ലേ, എന്നിട്ട് ഞാൻ ആൻറ്റീന്നാണ് വിളിച്ചുകൊണ്ടിരുന്നതല്ലേ. ഞാൻ സ്കൂളിലൊക്കെ ചെല്ലുമ്പം എല്ലാവരും എന്നോട് പറയായിരുന്നു, നിനക്ക് അമ്മയില്ല അച്ഛനും ഇല്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയതെന്ന്. എനിക്ക് അമ്മയുണ്ടല്ലോ, എന്നിട്ട് അമ്മ എന്തിനാ എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? അമ്മയ്ക്ക് പറയാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശ്രുതി പറയാണ്, അത് മോനെ സാരില്ല, ഞാനത് നിന്നോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചത്. നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോനെ എന്ന് പറയുമ്പോൾ പറയാണ്, അമ്മ എൻ്റെ കൂടെ വരണം, വന്നിട്ട് സ്കൂളിൽ വരണം എന്ന് പറയുക ആദ്യം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ മോനെ, സ്കൂളിലൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല അമ്മയ്ക്കെന്ന് പറയണം. അപ്പോൾ പറയാണ് അത് ടീച്ചേഴ്സും മറ്റുള്ളവരും എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. എപ്പോഴും നിനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അതിൻ്റെ അനുസരണക്കേടും വളർത്തുദോഷമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് അമ്മയെ കൊണ്ടുപോയി സ്കൂളിൽ കാണിക്കണം, ഇതാ എൻ്റെ അമ്മ എന്ന് എല്ലാവരോടും പറയണം എന്നൊക്കെ പറയുമ്പം ശ്രുതിക്കൊന്ന് വിഷമമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ശ്രുതി പറയാണ്, അയ്യോ എനിക്കത് പറ്റില്ല, നിന്നോടല്ലേ പറഞ്ഞത്, അത് നടക്കില്ല എന്ന്. പിന്നെ എന്തെങ്കിലും അമ്മ വരാം, ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും പറയാം, ഇപ്പം അത് സാധിക്കില്ല എന്ന് പറയാം. അപ്പോൾ ആദ്യം ചോദിക്കുക, അതെന്താ അമ്മേ, ഞാൻ ചെറുപ്പത്തിൽ എന്തെങ്കിലും വലിയ തെറ്റു വല്ലതും ചെയ്തോ? അമ്മ എൻ്റെ അമ്മയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ശ്രുതി പറയാ, അതൊന്നും അല്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ ശ്രുതിയുടെ അമ്മയും ആദിയോട് പറയുന്നുണ്ട്, മോനെ ഒരു ദിവസം അമ്മ വന്ന് എല്ലാവരോടും മോൻ്റെ അമ്മയാണെന്ന് പറയും. ഇപ്പം അത് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അപ്പോൾ വീണ്ടും ആദ്യം ചോദിക്കുക, എന്താ അമ്മ പറയാൻ പറ്റാത്തേ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല മോനെ അത്. അതുകൊണ്ട് കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇപ്പം എൻ്റെ മോൻ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സച്ചി ഓട്ടം കഴിഞ്ഞിട്ട് വന്ന് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിനു മുമ്പ് തന്നെ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ശ്രുതി നടത്തുക. ശ്രുതി പറയുന്നുണ്ട്, ഇവിടുന്ന് നിങ്ങൾ മാറിക്കോ, നിങ്ങളൊരു ലോഡ്ജിൽ റൂം എടുത്തു തരാം, അവിടെ പോയി നിന്നോ, അല്ലാതെ ഇവിടെ ഇനി കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ നോക്കണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാ മോളെ, സച്ചി രേവതിയും പറഞ്ഞത് ഇവിടെ നിൽക്കണമെന്നാ, അവരോടൊന്നും പറയാതെ ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കുക. ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി സച്ചിയോടും രേവതിയോടും അനുവാദം വാങ്ങിക്കാൻ നിൽക്കുകയാണോ? എല്ലാവരെയും ഇവിടുന്ന് മാറ്റിയത് നിങ്ങളെ ഇവിടുന്ന് റൂമിൽ നിന്ന് പറഞ്ഞു വിടാനാ. ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകുമ്പം അവരെല്ലാം അറിയാനാണോ? നിങ്ങൾ രണ്ടുപേരും എന്തായാലും പോയിക്കോണം എന്ന് പറയാണ് ലോഡ്ജിലേക്ക്. അവർ വരുന്നതിന് മുമ്പ്, അവർ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പോയെന്ന് തന്നെ അങ്ങ് പറഞ്ഞോളാം എന്നൊക്കെ പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ അമ്മയെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഡ്രസ്സെല്ലാം എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാണ്. ആദ്യം കൊണ്ട് ഇറങ്ങി വരുമ്പം താഴെ നിന്ന് ഒരു മൂളിപ്പാട്ടൊക്കെ കേൾക്കുക. അപ്പോൾ പെട്ടെന്ന് ശ്രുതി അകത്ത് കയറിയിട്ട് വാതിൽ ചാരി എന്നിട്ട് പറയുക, അയ്യോ ആ സച്ചിയാണ് തിരിച്ച് വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവരൊന്നും അറിയാത്ത പോലെ അവിടെ അങ്ങ് ഇരിക്കുക. അപ്പോൾ സച്ചി കയറി വരുമ്പം ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ അവിടെ കയറുന്നിടത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ, മോനെയും കൊണ്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പം ശ്രുതിയുടെ അമ്മ പറയുക, അത് മോനെ ഇവനിപ്പോൾ ഉറങ്ങി എണീറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് സാരില്ല, ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഞാൻ നല്ല ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കൊടുക്കുക, ആദ്യം മോന് കുറച്ച് ഫുഡ് കൊടുക്കാൻ പറയാണ്. അപ്പം ശ്രുതിയുടെ അമ്മ പറയാം, അതെ ഇവിടെ രേവതി എല്ലാം ഉണ്ടാക്കിയൊക്കെ വച്ചിട്ടുണ്ട്, പാചകം ചെയ്ത് വച്ചിട്ടാണ് രേവതി പോയത്, പിന്നെ ഇപ്പം എന്തിനാ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച മോനെ എന്ന് ചോദിക്കുക. അപ്പം സച്ചി പറയുന്നുണ്ട്, ഇത് നല്ല ഫുഡാ ഹോട്ടലിൽ, അതുകൊണ്ട് ഞാനൊരു പാഴ്സൽ വാങ്ങിച്ചെന്നേ ഉള്ളൂ, ആദ്യം മോന് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതുകൊണ്ട് വാങ്ങിച്ചാന്ന് പറയാം. എന്നിട്ട് ആദ്യം ഇത് കൊടുക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ കാണുകയാണ് സച്ചി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, പാലമായി പോയില്ലേ ഇന്ന് പാർലറിൽ? അല്ല പാർലറിൽ പോവാന്നും പറഞ്ഞ് ഒരുങ്ങുന്ന കണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ പോകാഞ്ഞത്? അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരിക. ശ്രുതി പറയുക, എനിക്കെപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, എനിക്കിഷ്ടമുള്ളപ്പോഴല്ലേ പോകുന്നത്, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞേ പോകുന്നോളാം എന്ന് പറയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞുള്ളൂ, സാധാരണ അങ്ങനെയല്ലല്ലോ, രാവിലെ തന്നെ ആദ്യം ഇവിടുന്ന് പോകുന്നത് പാർലറമ്മായി ആണല്ലോ, എന്നിട്ട് എന്താ ഇപ്പോൾ പോകാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം, അതെനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, നീ അതൊന്നും അന്വേഷിക്കാനായിട്ട് വരണ്ട കേട്ടോ എന്ന് പറയും. ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് സച്ചി. അപ്പം ഉടനെ തന്നെ ശ്രുതി വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഇനിയിപ്പം പോകാൻ പറ്റില്ല, ഇവൻ ഇവിടുന്ന് മാറാതെ എങ്ങനെ ഇവിടുന്ന് പോകാനാ എന്ന് പറഞ്ഞേച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ആദ്യം വിളിക്കുക. ആദ്യം ഞാൻ തരാം ഫുഡെന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ട് ടേബിളിൽ ഇരുത്തിയിട്ട് ഫുഡൊക്കെ സച്ചി കൊണ്ടുവന്ന് ആ ഫുഡൊക്കെ എടുത്തിട്ട് ആദ്യക്ക് വാരി കൊടുക്കുകയാണ് ശ്രുതി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സച്ചി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ തന്നെ ശ്രുതി ഫുഡൊക്കെ വാരി കൊച്ചിന് കൊടുക്കുന്നു. അപ്പോൾ സച്ചിക്ക് അങ്ങ് അത്ഭുതം തോന്നുകയാണ്, ഇതെന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്ത് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് ഉടനെ തന്നെ ചോദിക്കുകയാണ്, ഇതെന്താ ഇപ്പം ഇങ്ങനെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നത്, പാർലറമ്മായി അങ്ങനെ വാരിയൊന്നും കൊടുക്കാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതിനെന്താ വാരി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക, ഇതിപ്പം ഞാൻ ചെയ്തതാണോ കുറ്റമായി പോയത്? അപ്പോൾ സച്ചി പറയും, കുറ്റമൊന്നുമില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല, മനുഷ്യരൊക്കെ എത്ര പെട്ടെന്ന് മാറിപ്പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനൊരു സ്വഭാവ മാറ്റം. ഞാൻ കുഞ്ഞിന് ഇച്ചിരി ഫുഡ് വാരി കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തിട്ട് പോവാണ്. സച്ചിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ട് കയറി വരിക. അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുമ്പോഴത്തേക്കും എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോന് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞ് വർഷയെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കാണ് രേവതി വരുന്നത് കേട്ടോ. രേവതി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, മോന് ഉറങ്ങി എണീറ്റൊക്കെ ഇരിക്കുകയാണോ, ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ രേവതി ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എല്ലാ നാശങ്ങളും വന്നല്ലോ, എന്ത് പാടുപെട്ട ഇവരെയൊക്കെ ഞാൻ മാറ്റിയത്, എന്നിട്ടിപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാം തിരിച്ചെത്തി, ഒരു പരിപാടി നടന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ രേവതി വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ട് ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുകയാണ്.
അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിക്കും, ഇതെന്താ മോളെ ഇത് എന്തിനാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് രേവതി, ഇതൊരു കണ്ണാടിയാണ് മോന് വാങ്ങിയതാണ് ഞാനെന്ന് പറയണം. അപ്പോൾ കൊച്ചു പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ആൻറ്റി എൻ്റെ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ എനിക്ക് ഈ കണ്ണാടി? അതെ, മോൻ്റെ കണ്ണടുത്ത ദിവസം അഴിക്കുകയല്ലേ, അപ്പോൾ നല്ലതായിട്ട് കാഴ്ചയൊക്കെ കിട്ടും, അപ്പോൾ വയ്ക്കാൻ വേണ്ടി ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഗിഫ്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങോട്ടും അങ്ങ് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. കൊച്ചിനും കൊണ്ട് ഗിഫ്റ്റൊക്കെ രേവതി കൊടുക്കുന്ന കാണുമ്പം രേവതിയാണെങ്കിൽ കുഞ്ഞിനെ നല്ല കെയർ ചെയ്യുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നിൽക്കുമ്പം എന്തോ ഫുഡിൻ്റെ കാര്യമോ എന്തൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്ത് വന്ന് പോയെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ആകെപ്പാടെ ടെൻഷനിലാണ് ശ്രുതിയാണെങ്കിൽ അപ്പോഴേക്കും ഒരു പാത്രത്തിൽ കുറച്ച് പാല് മേശപ്പുറത്ത് എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പതുക്കെ കൈകൊണ്ട് തട്ടി 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 താഴെ ഇടുകയാണ്. രേവതിയും ശ്രുതിയുടെ അമ്മയും കൂടെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയുടെ അമ്മയാണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ പോയിട്ട് എങ്ങനെയുണ്ട്, മാല കെട്ടിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പം അത് ഇഷ്ടപ്പെടാതെ ശ്രുതിയാണെങ്കിൽ ഈ പാല് തട്ടി താഴേക്ക് ഇടുകയാണ്. ഇത് നമ്മുടെ ശ്രീകാന്ത് കാണുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് മുറിയിൽ നിൽക്കുമ്പോഴാണ് പാല് തട്ടി ഇങ്ങനെ ശ്രുതി താഴെ ഇടുന്നത്. അത് മനഃപൂർവ്വം ചെയ്തതാണ് ശ്രീകാന്തിന് മനസ്സിലാവുക. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്താ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്? എടത്തി ഇങ്ങനെ പാല് തട്ടിക്കളയണമെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ, അറിയാതെ തട്ടിയതാണെന്നാണ് എന്നിട്ട് പറയുന്നത്. പക്ഷേ അറിയാതെ അല്ലെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. എന്തൊക്കെയോ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. അതും ആദിയും അമ്മയും വന്നതിൽ പിന്നെയാണ് സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുക ശ്രീകാന്ത്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വരുന്നത്. ചന്ദ്രയും രവിയും കൂടെ അമ്പലത്തിലെല്ലാം കറങ്ങി ചുറ്റി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക, അയ്യോ ഇവരിതുവരെ പോയില്ലേ, ഇവരെന്താ പോകാത്തത്? ഇവർ പോകുമെന്ന് വിചാരിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ്. അതാണ് ഒരു ചാരുകസേരയിലിരുന്ന് ആദ്യം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുക. അത് ചന്ദ്ര വന്നേച്ച് പറയും, ഇതെൻ്റെ ചാരുകസേരയാണ്, ഞാനല്ലാതെ വേറെ ആരും ഈ കസേര ഇരിക്കാൻ ധൈര്യം പോലും കാണിച്ചിട്ടില്ല. പിന്നെ ദേ എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്ന ഒരു ചെറുക്കനിരുന്ന് ആടുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് ബഹളം വയ്ക്കുക. എന്നിട്ട് ആദ്യക്കിട്ട് ഒരു അടിയൊക്കെ കൊടുത്ത് വലിച്ചെഴിപ്പിക്കുകയാണ്. അപ്പം ആദ്യം പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, മുത്തശ്ശി എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാ, ആരാടാ നിൻ്റെ മുത്തശ്ശി? ഞാൻ മുത്തശ്ശിയൊന്നുമല്ല, നീ എന്നെ മുത്തശ്ശിന്ന് വിളിക്കാൻ വന്നിരിക്കും, ഈ ചെറുക്കനെ എന്നൊക്കെ പറഞ്ഞ് ഒരു അടി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ശ്രുതി കണ്ടോന്ന് നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം ഒരുപാട് ചീത്ത പറയുക. ശ്രുതി അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആദ്യം അവിടെ നിന്ന് അങ്ങ് കരയുകയാണ് കേട്ടോ. ഈ മുത്തശ്ശി എന്നെ തല്ലിയേന്നും പറഞ്ഞ് കരയുക. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ വരുന്നുണ്ട്. എന്താ മോനെ ആദ്യം എന്താ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം, ദേ ഈ മുത്തശ്ശി എന്നെ തല്ലി എന്ന് പറയണം. ആരാണ് നിൻ്റെ മുത്തശ്ശി? ഞാൻ നിന്നെ തല്ലിയോ? എപ്പോഴാണ് തല്ലിയത്? ഈ കസേര കയറി നാളേണ്ട കാര്യമുണ്ടോ? വന്നവരും പോയവരും ഒന്നും ഇവിടെ അധികാരം സ്ഥാപിക്കാൻ വരുമൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നെ ഇരിക്കണം. തന്തയും തള്ളയും ഉണ്ടെങ്കിലല്ലേ മര്യാദ പറഞ്ഞ് പഠിപ്പിക്കുള്ളൂ. തന്തയില്ല തള്ളയില്ല, അതിൻ്റെ കുറവ് ഈ ചെറുക്കന് കാണാനും ഉണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്. മറ്റൊരു വീട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടോ നിങ്ങളെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ അമ്മ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രേ ക്ഷമിക്കണം, മോൻ അറിയാതെ കയറിയിരുന്ന കൊച്ചു കുട്ടിയല്ലേ എന്ന് പറയാം. ഇവൻ കൊച്ചു കുട്ടിയോ? ഇവൻ തറുതല പറയാൻ മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ്. അപ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ശ്രുതിയുടെ അമ്മ അകത്തേക്ക്. അപ്പോഴേക്കും ചന്ദ്ര എന്നിട്ട് പറയാം, എടി നീ അല്ലേ പറഞ്ഞത് ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞല്ലേ ഞങ്ങളെയൊക്കെ ഇവിടുന്ന് മാറ്റിയത്, എന്നിട്ടിപ്പോൾ ഇവർ പോകാത്തത് എന്താണെന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ശ്രുതി പറയാം, അയ്യോ അത് അമ്മ നടന്നില്ല, സച്ചിയാണെങ്കിൽ ഓട്ടത്തിന് പോയിട്ട് പെട്ടെന്ന് വന്നു, അതുകൊണ്ട് അവരെ വിടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അവരെ പറഞ്ഞു വിട്ടേനെ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നോക്കാമെന്ന്. ഇന്ന് വെറുതെ ആയോ ഞാൻ ഊര് മുഴുവൻ ഈ അമ്പലം മുഴുവനും കറങ്ങിയത് അങ്ങേരെയും കൊണ്ട്, എന്നിട്ട് ഒരു കാര്യം നടന്നുമില്ല, പ്രാർത്ഥനയും പൂജയെന്നും പറഞ്ഞ് ലോകം മുഴുവൻ കറങ്ങി, ഇതൊന്നും നടക്കുകയെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ശ്രുതി പറയാം, അമ്മ ക്ഷമിക്കാമ്മ, ഇന്നൊരു ദിവസം കൂടെ, അത് കഴിയുമ്പോഴേക്കും അവരെ പറഞ്ഞു വിടാം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് എന്നാ പറഞ്ഞു വിടാനാ? കണ്ട അലവലാതിയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുക ആ സച്ചി ദേവതയും കൂടെ. എന്നാൽ അതിൻ്റെയൊക്കെ ശല്യം ഇന്ന് ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനാ ഈ പോയത്. ഇപ്പോൾ എത്ര ദൂരം ഞാൻ ബസ്സിൽ പോയെന്നറിയോ അങ്ങനെയും കൊണ്ട് ഇല്ലാത്ത വഴിപാട് ചെയ്യാനായിട്ട്. അതുപോലെ നീ എല്ലാവരെയും ഇവിടുന്ന് മാറ്റിയിട്ട് ഇവരെ മാത്രം പറഞ്ഞു വിട്ടില്ല, എന്തൊരു കഷ്ടമാണ്. ഇന്ന് ഇവരെ എവിടെ കിടത്തും എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാം, ഇന്നും അവരെൻ്റെ റൂമിൽ തന്നെ കിടന്നോട്ടേമ്മേ, നിൻ്റെ റൂമിൽ തന്നെ കിടന്നോട്ടേമ്മേ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ നേരെ തട്ടി കയറിയിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവുക. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുവാ കേട്ടോ.
എന്താ ചെയ്യണ്ടേ, ഇവരോട് വല്ലതും പറയാനും പറ്റത്തില്ല, ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങനെ ഇനി ഇവരെ ഒന്ന് മാറ്റുന്നത്. അപ്പോഴേക്കുമാണ് നമ്മുടെ സുധി അങ്ങോട്ട് വരുന്നത്. സുധി വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുക, എന്താ അമ്മ, എന്തിനാ അമ്മ ഇത്രയും ഒച്ച വയ്ക്കുന്നത്, അങ്ങ് താഴെ വരെ അമ്മയുടെ ഒച്ച കേൾക്കാമായിരുന്നല്ലോ എന്ന് പറയാം. നീ കേട്ടോ ഒച്ച, ദേ ഇതുങ്ങൾ പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്, ഇവിടെ താമസിപ്പിക്കാൻ തന്നെയാണോ നിങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് ചോദിക്കുക. അപ്പോൾ സുധി പറയാ, ആ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടല്ലേ അവർ 2 ദിവസം ഇവിടെ നിന്നെന്ന് വെച്ച് എന്താ അമ്മയെന്ന് ചോദിക്കുക. ഓ നീയും അപ്പോൾ ആ സൈഡാ, അപ്പം ഞാൻ മാത്രം ഒറ്റയായി എന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ ഈ ശ്രുതി ആലോചിക്കുകയാണ്, എങ്ങനെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക എന്നൊക്കെ വിചാരിക്കുക. അന്നും ശ്രുതിയുടെ റൂമിൽ തന്നെ കിടത്താണ്. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഇന്ന് രേവതി ആ റൂമിൽ കിടക്കാതെ ഞാൻ തന്നെ കിടക്കാം, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ സമയമാവാനായിട്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും റൂമിൽ കയറാനൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം ശ്രീകാന്തിനൊരു സംശയം തോന്നുകയാണ് കേട്ടോ. ശ്രീകാന്ത് അത് വർഷയോട് പറയാണ്. പക്ഷേ ഒരു സംശയമുണ്ട്, നമ്മുടെ ശ്രുതിയേട്ടത്തിക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ വന്നിട്ട് ആ പയ്യനും ആ തളയും കൂടെ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നറിയില്ല, എന്തൊക്കെയോ സ്വഭാവത്തിലൊരു മാറ്റം തോന്നുന്നുണ്ട്. രാവിലെ പാർലറിൽ പോകുന്നവർ പാർലറിൽ പോകാതെ അവിടെ നിൽക്കുക, വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, തനിയെ പാത്രം തട്ടി പാൽപാത്രം തട്ടി താഴെ ഇടുന്നത് ഞാൻ കണ്ടതാ. എന്താ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത്, അത് വെറുതെ കൈ തട്ടി വല്ലതും പോയതായിരിക്കും. ഏയ് കൈ തട്ടി പോയതല്ല, മനഃപൂർവ്വം അത് കൈകൊണ്ട് തട്ടി താഴെ ഇടുന്നത് ഞാൻ കണ്ടതാ. എനിക്കിപ്പം നിന്നോട് നുണ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇടത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വർഷ പറയാണ്, അത് ഞാൻ ചെന്ന് ചോദിക്കാമല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചോദിക്കാമെന്ന് പറയാണ്. എൻ്റെ പൊന്നെ നീ ചെന്ന് ചോദിക്കരുത്, നീ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയോ മനസ്സിലാക്കിയെന്ന്, നിന്നോട് ദേഷ്യമാവും, നീ വെറുതെ പോയി ചോദിക്കരുതെന്ന് പറയാണ്. പക്ഷെ വർഷ എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്ത് ഇന്ന് ചോദിക്കുകയാണ്, അതെ ഏടത്തി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഏടത്തിക്ക് ആ പയ്യനും ആ അമ്മയും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ല അല്ലേ എന്ന് ചോദിക്കുക. അതെന്താ വർഷ അങ്ങനെ ചോദിച്ചത്, അല്ല ഏടത്തിയുടെ ഒരു സ്വഭാവത്തിനൊക്കെ എന്തൊക്കെയോ മാറ്റം കാണുന്നുണ്ട്, അവരിവിടെ വന്നതിൽ പിന്നെ ഈ മാറ്റം കാണുന്നത് അതെന്താണെന്നറിയാനാ. അപ്പം ഉടനെ ഞെട്ടിപ്പോവാണ് നമ്മുടെ ശ്രുതി പറയാണ്, എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയാണ്, അതൊക്കെ എനിക്കറിയാം, അവരിവിടെ വന്ന് നിൽക്കുന്ന ഇടത്തേക്ക് ഇഷ്ടമില്ല, എങ്ങനെ ഇഷ്ടപ്പെടാനാ, ഇടത്തിൻ്റെ റൂമിലല്ലേ അവർ കിടക്കുന്നത്, എന്തായാലും സ്വന്തം റൂമിലെ സ്വാതന്ത്ര്യം പോകുമ്പോൾ ആർക്കും അത് അത്ര ഇഷ്ടപ്പെടില്ല, അത് എനിക്കാണേലും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഇടത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസമൊക്കെ ആകുകയാണ് കേട്ടോ, ഇവർക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് വർഷ അങ്ങ് പോവാണ്. അതേസമയം രാത്രിയാവുമ്പോഴേക്കും ശ്രുതി അമ്മയുടെ മുറിയിൽ കയറി പറ്റാൻ നോക്കുകയാണ്. ഇത് നമ്മുടെ വർഷ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വർഷ മനസ്സിലോർക്കാണ്, ഇടത്തേക്ക് എന്തോ മാറ്റമുണ്ട്, ശ്രീകാന്ത് പറഞ്ഞത് ശരി തന്നെയാ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നോക്കുമ്പോഴാണ് കേട്ടോ അമ്മയും മകളും കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വർഷ കേൾക്കുകയാണ്. ചെന്നിട്ട് ശ്രുതി പറയാണ്, ഇന്ന് ആ രേവതിയെ ഈ റൂമിൽ കയറ്റരുതെന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, രേവതിയല്ലേ ഇന്നും ഇവിടെ കിടക്കുന്നത്, ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വരണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണേലും ഇന്ന് അവളോട് ഇവിടെ കിടക്കണമെന്ന് പറയണം, ഞാൻ ഈ റൂമിൽ വന്ന് കിടന്നോളാം എന്ന് പറയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ വർഷ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ആദിമോൻ എൻ്റെ മോനാ, ഞാൻ പ്രസവിച്ച എൻ്റെ മോൻ, അവൻ്റെ കൂടെ എനിക്ക് ഇന്ന് രാത്രി കിടക്കണം, അതുകൊണ്ട് രേവതിയെ ഇവിടെ വിളിച്ച് കയറ്റാൻ പറ്റുകയല്ല, ഞാനായിരിക്കും ഇന്ന് ആദിയുടെ കൂടെ കിടക്കുന്നത്, എൻ്റെ കുഞ്ഞിനൊരു അസുഖം വന്നിട്ട് എനിക്ക് അവൻ്റെ അടുത്ത് കിടക്കാനെങ്കിലും അവകാശം ഇല്ലേന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർഷ കേൾക്കുക. അപ്പോൾ വർഷയ്ക്ക് അങ്ങ് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് കേട്ടോ, ഇതിലൊക്കെ എന്തൊക്കെയോ പരിപാടിയുണ്ട് എന്നും ശ്രുതിയും ഇവനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ. എന്നിട്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ വിളിക്കുന്നുണ്ട്, കല്യാണി നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ, കല്യാണി എന്നൊന്നും വിളിക്കണ്ട, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങളെല്ലാവരും കൂടിയല്ലേ, ഇനിയിപ്പോൾ ഇവിടെയും കിടന്ന് ഞാൻ തീ തിന്നാ ജീവിക്കുന്ന ഓരോ ദിവസവും പേടിച്ചാണ് ജീവിക്കുന്നത്, അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ട് ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ വർഷ കേൾക്കുമ്പോൾ വർഷയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. വർഷ ഉണ്ടെന്ന് ശ്രീകാന്തിനോട് പറയാം, ശ്രീകാന്തേ നീ പറഞ്ഞത് ശരി തന്നെയാ, ഏടത്തേക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവരിവിടെ വന്നേ പിന്നെ, സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്, അതിന് കാരണമുണ്ട് ശ്രീകാന്തേ, നീ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുതെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, എന്ത് ഞെട്ടാനടിയെന്ന് ചോദിക്കുക. അതെ ശ്രീകാന്ത് ശ്രുതിയടത്തിയുടെ മകനാണ് ആദി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുക, എന്താണ് ഈ പറയുന്നത്, നീ വെറുതെ അതും ഇതുമൊക്കെ പറയാതെ, അതെ വിവാഹത്തിന് മുമ്പുള്ള മകനാണെന്ന് ഇന്നിപ്പോൾ അമ്മയും മോളും കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ, എന്തൊക്കെയാണ് ഇത് കേൾക്കേണ്ടത്, ഇതൊക്കെ ചന്ദ്രാന്തി കേട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ. അപ്പോൾ ശ്രീകാന്ത് പറയാം, നീ ചെന്ന് അമ്മയോടൊന്നും പറയണ്ട, സത്യാവസ്ഥയെല്ലാം അറിഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ലല്ലോ, ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച് ഈ വീട്ടിൽ കയറിക്കൂടി താമസിച്ചിട്ട് പാവം ആ രേവതി ചേച്ചിയെ എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ട് അവർ, അതുകൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് ചെന്ന് പറയൂന്ന് പറയാണ്.
എന്നിട്ട് വർഷ പോയി ഈ വിവരങ്ങളൊക്കെ ചന്ദ്രയോട് പറയാ. അപ്പം ചന്ദ്ര വിശ്വസിക്കുകയില്ല. ചന്ദ്ര പറയാ, വെറുതെ പറയുന്ന ഇതൊക്കെ, ഇങ്ങനൊരു കാര്യമില്ല. മലേഷ്യക്കാരിയാണ് അവൾ, മലേഷ്യയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അങ്ങനെയുള്ള അവൾ ഇങ്ങനൊരു കാര്യമൊന്നും ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ വർഷ പറയാ, അമ്മയ്ക്ക് വിശ്വാസം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഇവർ സംസാരിക്കുന്നതിൻ്റെ. അത് കാണിച്ചു കൊടുക്കുക, ഇത് കണ്ട് നോക്ക് എന്നിട്ട് പറ എന്ന് പറയുമ്പോൾ വീഡിയോയൊക്കെ കാണുമ്പോൾ ചന്ദ്രയ്ക്കും പിടികിട്ടുക, ഇവൾ ഇത്തരക്കാരിയായിരുന്നോ, എൻ്റെ മോനെ ഇവൾ ചതിക്കുകയായിരുന്നോ, കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറിയത് വെറുതെ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചാടി കയറി ചന്ദ്ര ചെല്ലുകയാണ് ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട് ശ്രുതിയെ പിടിച്ചിട്ട്, എടി ശ്രുതി, നീ എന്താണ് വിചാരിച്ചത്? എന്നെ എന്നും പറ്റിക്കാമെന്നാണോ വിചാരിച്ചത്? നീ എന്ത് പറഞ്ഞാടി ഇവിടെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കയറി കൂടിയത്? കോടീശ്വരിയാണോ, മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് നിൻ്റെ അച്ഛൻ മലേഷ്യ ജയിലിൽ കിടക്കുവാണെന്ന് നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എല്ലാം വെറുതെ ആയിരുന്നല്ലേ? ഈ കൊച്ച് നിൻ്റെ അല്ലേ? നിനക്ക് വിവാഹത്തിന് മുമ്പ് ഉണ്ടായ കൊച്ചാണ് ആദ്യമല്ലേ? ചുമ്മാതല്ല അവരോടൊരു സിമ്പതി നിനക്ക് ഉണ്ടായിരുന്നത്, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എടി പേരും കള്ളി എന്നൊക്കെ വിളിച്ച് ആകെ മൊത്തം കലിക്കാണ് കേട്ടോ ചന്ദ്ര. ഇനി ഈ വീട്ടിൽ നീ കണ്ടുപോകരുതെന്നൊക്കെ പറയുന്നുണ്ടേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്